ഒരുപാട് കാശുണ്ടായിട്ടൊന്നും അല്ല, വലിയ ആഗ്രഹമായിരുന്നു. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവനെ ആക്കും കൊടുക്കൂല, ആരെ കൊണ്ട് തൊടിയിക്കയില്ല. ഞാൻ മരിച്ചാ പോലും ഈ വണ്ടി അന്വേഷിച്ചാലും വരണം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ATP ടൂറിസ്റ്റ് ബസ് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനത്തുള്ള എവർഗ്രീൻ ട്രാവലിംഗ് പാർട്ണറിന്റെ ATP ടൂറിസ്റ്റ് ബസ്സാണ്. ഇതൊരു പുതുപുത്തൻ ടൂറിസ്റ്റ് ബസ് എന്ന് ഞാൻ പറയുന്നില്ല, BS4 ചേസിലുള്ള ടൂറിസ്റ്റ് ബസ്സാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും പ്രകാശിന്റെ വെഗ കൗളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മളിതുവരെ പരിചയപ്പെട്ട ATP ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം അശോകന്റെ 12 മീറ്റർ BS6 ചേസിലുള്ള ബസ്സുകളായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു BS4 ചേസിലുള്ള ഒരു 12 മീറ്റർ ATP ടൂറിസ്റ്റ് ബസ് പരിചയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എവർഗ്രീന്റെ ധീരൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാലോ. അപ്പോൾ നമുക്ക് എവർഗ്രീന്റെ ഫ്രണ്ട് ലുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവർഗ്രീന്റെ പേര് ഇവർ എല്ലാ ബസ്സുകൾക്കും ഉള്ള അതേ സെയിം ഫോണ്ടിൽ തന്നെയാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഡെമ്മി ടോപ്പ് ലൈറ്റ്സ് കൊടുത്ത് കാണാം. സെഡോന്റെ മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലായിട്ട് പ്രകാശിന്റെ ഇതിൽ വരുന്ന മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എഡിഷൻ നെയിം കൊടുത്തിട്ടുള്ളത് ധീരൻ എന്നുള്ള എഡിഷൻ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലും ആ ധീരൻ എന്നുള്ള പേര് നല്ല വലുതാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കൗൾ ലുക്കിലേക്ക് വരുമ്പോൾ പ്രകാശിന്റെ വെഗ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുവരെ ഒരു ATP ടൂറിസ്റ്റ് ബസ് പ്രകാശിന്റെ വെഗ കൗൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രണ്ട് കൗളിൽ ഈ ഒരു ഗ്രാഫിക്സ് വർക്കുകൾ ചെയ്തപ്പോൾ കുറച്ചൊന്ന് വെഗയ്ക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കൂടിയിട്ടുണ്ട്. അതായത് ഒരു യെല്ലോ കാണാം, ഓറഞ്ച്, റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ആഷ് കോമ്പിനേഷനിലുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നോക്കി നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ കുറച്ച് ഗ്രാഫിക്സ് ഇങ്ങനെ മുകളിലേക്ക് കയറി കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കിലാണ് ഈ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ബസ്സിന്റെ ഒരു ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. നമ്പർ KL 67C1006 എന്നുള്ളതാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത്. അപ്പോൾ ഇതിന്റെ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് പ്രൊഫൈൽ നോക്കാം. വണ്ടിയുടെ ടയർ സൈസ് 295/80/22.5 സൈസുള്ള അപ്പോളോ ടയർസാണ് വെച്ചിട്ടുള്ളത്. പ്ലേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലിപ്പച്ച് കളറുള്ള വീൽ കപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിന്റെ എക്സ്ഹോസ്റ്റിന്റെ ഓപ്പണിംഗ് ആണ് വരുന്നത്. അതിനുശേഷം ഇവിടെ ഡീസൽ ടാങ്കിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. 360 ലിറ്ററാണ് ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. അതിനുശേഷം ഇവിടെ ഓപ്പണിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെയാണ് പിന്നെ ഇതിന്റെ ഒരു ഡിക്കി സ്പേസ് വരുന്നത്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ഡിക്കി സ്പേസ് ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ശേഷം ബാക്ക് വീൽസ്, അതിനുശേഷം ഇവിടെ ബാക്കിൽ ഡിക്കി ആയിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിക്കി സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു വശത്തെ ഗ്രാഫിക്സ് ഒന്ന് വിശദമായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിന്റെ അട്രാക്റ്റീവ് ഐറ്റം, ഇതിന്റെ ഗ്രാഫിക്സ് ഒന്ന് നോക്കാം. ഈ കളർ കോമ്പിനേഷനിൽ എനിക്ക് തോന്നുന്നു ATP ബസ്സുകൾ അങ്ങനെ ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കൂടുതൽ നമ്മൾ പരിചയപ്പെട്ടുള്ളത് റെഡ് ബ്ലാക്ക് കോംബോ ആയിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു കോമ്പിനേഷൻ നോക്കിയേ, ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രേ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത്രയും കളറിന്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇതിന്റെ എഡീഷനുമായിട്ടുള്ള ധീരൻ എന്നുള്ളത് ഒരു ലെങ്ത്തിൽ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുക്കത്തുള്ള ശ്രീജിത്ത് ബ്രോയാണ്. അത് മനോഹരമാക്കിയിട്ട് ഒരു ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിട്ട് ഇത് സ്റ്റിക്കർ വർക്കിലാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിന്റെ ഗ്രാഫിക്സ് എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും. ഇത് നമ്മുടെ എവർഗ്രീന്റെ ധീരന്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ വെഗയുടെ നല്ല മനോഹരമായ ബാക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മുകളിലായിട്ട് ധീരൻ എന്നുള്ള എഡിഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എവർഗ്രീൻ ട്രാവലിംഗ് പാർട്ണർ എന്നുള്ള അവരുടെ ഇൻസ്റ്റാഡിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ വരുന്നത് ഇതിന്റെ ഒരു വലിയൊരു ഡിക്കി സ്പേസ് ആണ് വരുന്നത്. സൈഡിലെ ഡിക്കി ആയിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ബാക്ക് ഡിക്കി സ്പേസ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇവിടെ ആയിട്ട് ചരിച്ച് ഇങ്ങനെ എവർഗ്രീൻ എന്നുള്ള അവരുടെ ഒരു പേര് വേറൊരു ഫോണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്രാഫിക്സിന്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ബാക്കിൽ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലേക്ക് ഒരേപോലെ മിറർ ടൈപ്പിലാണ് ഇതിന്റെ ഗ്രാഫിക്സ് ബാക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. അതുപോലെ സ്ക്വയറുള്ള ലാംപ്സ് ആണ് വെഗ ബസ്സുകൾക്ക് വരാറുള്ളത്. ആ ഒരു റിയർ ലാംപ്സ് കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇന്റീരിയർ ലുക്കിലേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും നമുക്ക് നോക്കാം. പാസഞ്ചർ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ ബാക്ക് ഡിക്കി ആയിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള സൈഡ് ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഡിക്കി ഓപ്പണിംഗ് ആണ് വരുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിന്റെ സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ ഒരു പോർഷനിൽ സ്പെയർ വീൽ, അതുപോലെ മുകളിൽ ഒരു ചെറിയ ഡിക്കി സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അതേ വലുപ്പത്തിലുള്ള ഒരു ഡിക്കി സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് ഇതിന്റെ ബാറ്ററി ബോക്സും ഇൻവെർട്ടറിന്റെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് വരുന്നത്. എല്ലാം നല്ല മനോഹരമാക്കിയിട്ട് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഈ ഒരു സൈഡിലെ ലുക്ക്. നമുക്കിനി എവർഗ്രീന്റെ ധീരന്റെ ഇന്റീരിയർ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ, ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ലുക്ക്. 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഇതിനുള്ളിൽ ATP 2x2 ലേഔട്ടിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ലൈറ്റ് വർക്ക്, സൗണ്ട് വർക്കുകൾ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. താഴെ കൂടെ ആയിട്ട് DJ ഫ്ലോർ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലൂടെ പിക്സലിന്റെ വർക്കുകൾ കാണാം. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ലുക്ക് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ഹരിതയുടെ കുഷ്യനെ ചെയ്തിട്ടുള്ള 45 പുഷ് ബാക്ക് കംഫർട്ട് സീറ്റുകളാണ് ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ റിക്ലീനിങ് ആണ്.
റിക്ലൈനിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത്രയധികം റിക്ലൈനിങ് സീറ്റുകൾക്ക് ഹരിത പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡിലായിട്ട് ആം സപ്പോർട്ട് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഫ്രണ്ടിലെ സീറ്റിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ AC വെന്റ് ഉണ്ട്, റീഡിംഗ് ലാംപ്സ് ഉണ്ട്, അതുപോലെ മൊബൈൽ ചാർജിംഗ് പോർട്ടുകളും USB പോർട്ടുകളും മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലൈൻ ഓഡിയോസ് എന്നാണ് നമ്മുടെ ധീരന്റെ മനോഹരമായ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സൈഡ് ബർത്തിലൂടെ ആയിട്ട് ഡോട്ട് ലൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലൂടെ ആയിട്ട് മൾട്ടിപ്പിൾ കളറിൽ പിക്സൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ താഴെയായിട്ട് DJ ഫ്ലോർ അടക്കം ഈ ഒരു ബസ്സിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. BS4 ആണോ നോക്കേണ്ട, നല്ല കിടലായിട്ട് ഇതിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബർത്തിന്റെ താഴെ കൂടെ ആയിട്ടും നമ്മുടെ പിക്സൽ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിയോൺ ലൈറ്റ്സ് അടക്കം ഇവിടെ ബെർത്തിന്റെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം, ഓഡിയോ ആൻഡ് ലൈറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്താലോ. ഫ്രണ്ടിലായിട്ടൊരു 32 ഇഞ്ചിന്റെ LED സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ചാർജിങ് പോർട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇരിക്കുന്നത് BS4 ചേസിൽ പ്രകാശിന്റെ വെഗ ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള എവർഗ്രീന്റെ ധീരന്റെ ഡ്രൈവർ ക്യാബിനാണ്. നല്ല BS4 നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീൽ കാണാം. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ബസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇതായിട്ട് മൊബൈൽ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ സീറ്റ് നോക്കി, നമുക്ക് ഡ്രൈവർമാർ പലപ്പോഴും പറയാറുള്ള ഡ്രൈവർ കംഫർട്ടുള്ള ആ സീറ്റാണ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് BS4 ചേസാൻ തന്നെ. അതുപോലെ ഗിയർ, ഇപ്പോൾ 6 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. കുറച്ച് ഹൈറ്റിലാണ് ഇതിന്റെ ഗിയർ ലെവൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കി, ആ ഒരു പിക്സൽ വർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഡ്രൈവർ ക്യാബിൻ നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എവർഗ്രീന്റെ പേര്, അതുപോലെ ഇതിന്റെ ഓഡിയോ ആൻഡ് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ലൈനിന്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ഗ്രാഫിക്സും ബസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം ഇതുവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡീറ്റെയിൽസ് ഞാൻ താഴെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിവാഹം, അതുപോലെ അന്തർ സംസ്ഥാന യാത്രകൾ, ടൂറ്, തീർത്ഥയാത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതുപോലെ അടുത്ത പുത്തൻ പുതിയ ബസ്സുകളും വെറൈറ്റി ബസ്സുകളുടെ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെയും ബൈ ഫ്രം ബിജു നിലമ്പൂർ.